പ്രഭു, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ദേവി രാധയുടെ ശാഠ്യത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങ് വരരുതെന്ന് വിലക്കിയിട്ട് പോലും എനിക്കിവിടെ വരേണ്ടി വന്നു പ്രഭു. ഹനുമാനെ, എനിക്ക് അങ്ങയുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. രാധയുടെ ശാഠ്യമാണെങ്കിൽ സാധാരണ ശാഠ്യമൊന്നുമല്ല. അവളുടെ ശാഠ്യത്തിന് മുന്നിൽ ഞാനും നിസ്സഹായനായി പോകാറുണ്ട്. പ്രഭു, ബാലശാഠ്യവും സ്ത്രീ ശാഠ്യവും ഇവ രണ്ടും വളരെ പ്രസിദ്ധമാണ് പ്രഭു. അങ്ങ് പറഞ്ഞത് സത്യമാണ് ഹനുമാനെ. പക്ഷെ ഇനി ഏതായാലും നമ്മുടെ ശ്രദ്ധ ഇന്ദ്രനിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ ഇന്ദ്രൻ അത്ര പെട്ടെന്നൊന്നും പരാജയം സമ്മതിക്കുന്ന വ്യക്തിയല്ല. അങ്ങ് വന്നതുകൊണ്ട് സൂര്യദേവൻ ഒരു പക്ഷേ ഒരു ചുവട് പിന്നിലേക്ക് മാറിയേക്കാം. പക്ഷെ ഇന്ദ്രദേവൻ ഒരിക്കലും തന്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറില്ല. അദ്ദേഹം വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കും. ആ ആക്രമണത്തെ നേരിടുന്നതിനു വേണ്ടി നാം തയ്യാറായി ഇരിക്കേണ്ടതുണ്ട്. ഞാൻ തയ്യാറാണ്. മാല വാങ്ങിക്കോളൂ, വള വാങ്ങിക്കോളൂ. ലളിതേ, വേഗം ഈ പാനീയം തയ്യാറാക്കൂ. എത്ര വേഗം ഇത് കുടിക്കുന്നുവോ അത്ര വേഗം താപത്തിൽ നിന്നും രക്ഷപ്പെടും. ഞാൻ തയ്യാറാക്കുകയാണ് രാധേ. പൂമ്പാറ്റെ, വിശാഖെ, വേഗം തയ്യാറാക്കൂ. മാല വാങ്ങിക്കോളൂ, വളകൾ വാങ്ങിക്കോളൂ. മാല കച്ചവടക്കാരൻ ഇതാ എത്തിയിരിക്കുന്നു. മാലകൾ വാങ്ങൂ, വളകൾ വാങ്ങൂ. അമ്മാവ, അങ്ങോട്ട് പൊയ്ക്കോളൂ. ഞങ്ങൾക്കിത് ആവശ്യമില്ല. അങ്ങ് കൊണ്ടുവന്ന ഈ ആഭരണങ്ങളെയെല്ലാം നോക്കുന്നതിനേക്കാൾ അധികം പ്രാധാന്യമുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലികേ, ഇതിന് പ്രാധാന്യം ഒട്ടും കുറവല്ല. എന്റെ പക്കൽ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട്. അങ്ങനെ ഒരു മാല പുത്രി ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അത് ശരി, അപ്പോൾ അതാണോ കാര്യം? എവിടെ നോക്കട്ടെ? പുത്രി തന്നെ നോക്കിക്കോളൂ. ഇത് കാണുമ്പോൾ പുത്രിക്ക് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യമാകും. ഇത് നോക്ക്. അല്ല, ഈ മാല പ്രഭു, അങ്ങ് അനുവദിച്ചാൽ അങ്ങയുടെ ദൂതനായി ഞാൻ ഇന്ദ്രന്റെ സമീപത്തേക്ക് പോകാം. എന്നിട്ട് കാര്യം വിശദമാക്കാം. ഹനുമാനെ, എന്റെ ഉദ്ദേശം ഇന്ദ്രനോട് കാര്യം വിശദീകരിക്കുകയല്ല. പകരം അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും നാം എല്ലാം ഈശ്വരന്റെ സന്തതികളാണെന്ന് എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയും കൂടിയാണ്. പിന്നെ പിതാവ് തന്റെ സന്തതികളോട് ഒരിക്കലും കുപിതനാകാറില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഭഗവാനെ ഭയക്കുകയില്ല. പകരം അദ്ദേഹത്തിന്റെ സൃഷ്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹത്തെ ഇനി എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക പ്രഭു? എങ്ങനെയെന്നോ? ക്രയവിക്രയങ്ങൾ വഴി. എന്ന് വെച്ചാൽ കണ്ണൻ അവന്റെ മാല എനിക്ക് വിൽപ്പന നടത്തി, ഞാനത് വാങ്ങി. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ ഗോപാലകൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല. ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഇപ്പോൾ തന്നെ അവനോട് പോയി ചോദിക്കും. അയ്യോ വേണ്ട ദേവി, അനർത്ഥമൊന്നും കാട്ടരുത്. അതെന്താ? അത് പിന്നെ കണ്ണൻ എന്നോട് ഈ മാല നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഈ കാര്യം ആരോടും പറയരുതെന്ന്. അഥവാ പുത്രി അവനോട് ചോദിച്ചാൽ എന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം സംഭവിക്കും. എല്ലായിടവും ഈ കാര്യം വ്യാപിക്കും. എനിക്ക് ആരുടെയും വിവരങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ലെന്ന്. പിന്നെ ഒരു വ്യക്തി പോലും അവരുടെ സ്വന്തം വസ്തുക്കൾ എനിക്ക് വിൽപ്പന നടത്തില്ല. അങ്ങനെ എന്റെ വ്യാപാരത്തിൽ ഹാനി സംഭവിക്കും. അല്ല, ഇനി ഈ മാലയുടെ കാര്യത്തിൽ കണ്ണൻ പുത്രിയെ വഞ്ചിച്ചുവെങ്കിൽ അവനോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവന് നല്ല ശിക്ഷ നൽകണം. കഠിനമായ ശിക്ഷ തന്നെ നൽകണം. ഇനി ഒരിക്കലും അവന് പുത്രിയുടെ പ്രിയപ്പെട്ട ഒരു വസ്തുവും നൽകാൻ പാടില്ല. എന്റെ ഒരു അപേക്ഷയാണ് ദേവി. എന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം വരാൻ ഇടയാക്കരുത്. അങ്ങ് ചിന്താധീനാണല്ലോ. അതെ ഹനുമാനെ, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിസ്ഥിതിയിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഞാൻ സാമം, ദാനം, ഭേദം, ദണ്ഡം ഇവയിൽ ഏത് പ്രയോഗിക്കണമെന്നാണ്. മതിയാക്കും നിന്റെ പാണ്ഡിത്യം. ധാരാളമായിരിക്കുന്നു നിന്റെ നാടകം. അസത്യവും സ്വന്തം നിഷ്കളങ്കതയും കാട്ടി. എന്ത് മതിയോ? എന്റെ പേര് പോലും പറഞ്ഞു പോകരുത്. കപട സഹാനുഭൂതി പ്രദർശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ. നിന്റെ കാപട്യം മുഴുവൻ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? അത് ആദ്യം പറയൂ. നീ എന്നെ മുറിവേൽപ്പിച്ചു. നീ എന്നെ എല്ലായ്പ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ തന്നെയാണ് മഠയി. എല്ലാ വേദനകളും വിസ്മരിക്കുന്നു. പക്ഷെ ഓർത്തുകൊള്ളൂ, ഇന്നു മുതൽ ഞാനും നീയുമായുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു.
ഇനി മുതൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല. പിന്നെ എന്റെ സഖിമാരും നിന്നോട് സംസാരിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിച്ചു ദേവി? ഇദ്ദേഹത്തോട് എന്താണ് ഇത്ര കോപം? ഇദ്ദേഹം അതിനുവേണ്ടി എന്താണ് ചെയ്തത്? ആ കാര്യം അങ്ങ് അറിയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു തീരുമാനമാണിപ്പോൾ ആവശ്യം. എനിക്ക് അങ്ങയുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്താണ്? ഞാൻ അങ്ങയുടെ സോദരിയെ പോലെ ആണെങ്കിൽ അങ്ങ് ഇപ്പോൾ തന്നെ ഈ ഗോപാലകനോട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം. പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള വ്യാപാരം പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ ഈ ഹനുമാൻ മൗനം പാലിക്കുന്നത് എന്താണ്? രാധയുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും പറയുന്നില്ലല്ലോ. വാക്ക് തരൂ. എപ്പോഴാണോ ഞാൻ പറയുന്നത് അതുവരെ അങ്ങ് ഇവരോട് സംസാരിക്കില്ലെന്ന്? എന്നെ അനുസരിക്കും, മറ്റാരെയും അനുസരിക്കില്ല. വാക്ക് നൽകൂ. വേഗം വാക്ക് നൽകൂ. വരൂ. ഈ ഗോപികയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഇനി എല്ലാവർക്കും മനസ്സിലാകും ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചതുകൊണ്ടുള്ള പരിണാമം. ഇതാണ് ഉചിതമായ സമയം. അവിടെ നിൽക്കൂ. താങ്കൾ ആരാണ്? ഇവിടെ എങ്ങനെ പ്രവേശിച്ചു? ഇവിടെ പ്രവേശിക്കുന്നത് അപരാധമാണെന്ന് അറിയില്ലേ? എന്താ ഒന്നും പറയാത്തത്? എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. മറുപടിയല്ല, ഭഗവാൻ കംസൻ ആജ്ഞയാണ് നൽകാറ്. എന്റെ മാർഗത്തിൽ നിന്ന് മാറൂ, അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ നഷ്ടമാകും. ഇത് ജീവിതത്തെയും മൃത്യുവിനെയും തീരുമാനിക്കുന്ന സമയമാണ് കംസ. ഇതാ ഈ നിമിഷത്തിന്റെ തീരുമാനം നേരിട്ട് കൊള്ളൂ. എല്ലാവരെയും താപത്താൽ ഭസ്മമാക്കും ഞാൻ. മുത്തശ്ശ, കണ്ണു തുറക്കൂ. എഴുന്നേൽക്കും മുത്തശ്ശ, കണ്ണു തുറക്കും മുത്തശ്ശ. ആ സമയത്ത് താപം വമിപ്പിക്കുന്ന നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഏയ്, ഭഗവാൻ കംസനെ വെല്ലുവിളിക്കുകയാണോ? എന്നെ തടയാൻ അത്രയ്ക്ക് ധൈര്യമോ? നിങ്ങളുടെ ഈ പ്രവൃത്തിക്ക് ഞാൻ ശിക്ഷ നൽകുന്നതാണ്. ഇനി കണ്ടുകൊള്ളൂ ഭഗവാൻ കംസന്റെ കോപം.
ഇവിടെ ഗ്രന്ഥങ്ങളുടെ വലിയ ശേഖരമാണല്ലോ. ഇതിൽ നിന്ന് വിഷ്ണുവിന്റെ ഗ്രന്ഥത്തെ എങ്ങനെയാണ് കണ്ടെത്തുക? സമയവും പരിമിതമാണ്. പക്ഷേ ഞാൻ ഭഗവാനാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ സമയം ഒരു വിഘ്നമായി മാറില്ല. അയ്യോ, ജ്യേഷ്ഠത്തി, ഇവർക്ക് ബോധം നഷ്ടപ്പെട്ടു. കണ്ണു തുറക്കൂ. ഇത് വാങ്ങിക്കോളൂ, ഇതെല്ലാം കുടിക്കൂ. അയ്യോ, സോദരി സൂക്ഷിച്ച് ഇവിടെ ഇരിക്കൂ. എന്തു പറ്റി? നന്ദരാജൻ, ഇവരുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നു. സൂര്യാഘാതം ഏറ്റതാവും. ഉടൻ തന്നെ നമുക്ക് ഇവരെ ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. വരൂ സുഹൃത്തെ, ഞാൻ നിന്നെ തോളിലേറ്റ് നടക്കാം. അല്ലയോ ഭഗവാനെ, ഞങ്ങൾ എല്ലാവരും രക്ഷിക്കണേ. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? അനർത്ഥമാണ് സംഭവിക്കുന്നത്, ഘോരമായ അനർത്ഥം. ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇല്ല. ജയ് ശ്രീരാം. മല്ലയോദ്ധാവേ, എനിക്ക് അങ്ങയുടെ സഹായം വേണം. ഗോപാലക, എന്റെ ജ്യേഷ്ഠന്റെ അടുത്തുനിന്നും അകന്നു നിൽക്കൂ. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും നീ ശ്രമിച്ചു പോകരുത്. ഗോപികെ, നമ്മൾ ഈ സമയത്ത് ജനങ്ങളെല്ലാം സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മുഖം തിരിച്ചിരിക്കുകയല്ല. എന്താ പറഞ്ഞത്? വെറുതെ ഇരിക്കുന്നുവെന്നോ? നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ എന്റെ ജ്യേഷ്ഠനോടൊപ്പം ഈ ഇലകളെല്ലാം അരച്ച് താപത്താൽ വലയുന്ന ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് ജനങ്ങളെല്ലാം സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മുഖം തിരിച്ചിരിക്കുകയല്ല. എന്താ പറഞ്ഞത്? വെറുതെ ഇരിക്കുന്നുവെന്നോ? നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ എന്റെ ജ്യേഷ്ഠനോടൊപ്പം ഈ ഇലകളെല്ലാം അരച്ച് താപത്താൽ വലയുന്ന ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ഗോപിക, ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടി. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. പോകൂ ഇവിടെ നിന്ന്. ഞങ്ങൾ ഇതൊന്നും ചെയ്തു തീർക്കാൻ അനുവദിക്കേ. നീ സഹായം തേടിയാണ് ഇവിടെ വന്നതെങ്കിൽ നീ സ്വയം ചെയ്തുകൊള്ളൂ. എന്റെ ജ്യേഷ്ഠൻ നിന്നോടൊപ്പം വരില്ല, 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 ഒരിക്കലും വരാൻ പോകുന്നില്ല. ഗോപികയായാലും അവളുടെ സഖിമാരായാലും ബുദ്ധി അല്പം പോലും ഇല്ല. എല്ലാവരും എന്നോട് സംസാരിക്കുന്നത് പോലും അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരാൾ പോലും സഹായിക്കണമെന്ന് എന്റെ മനസ്ഥിതിയെ മനസ്സിലാക്കുന്നതേ ഇല്ല. ആ ഗോപിക സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഹനുമാനും എന്നോട് സംസാരിക്കുന്നില്ല. ഇനി എങ്ങനെയാണ് ഞാൻ എല്ലാവരെയും സഹായിക്കുക? എങ്ങനെ? നന്ദരാജൻ, താപം ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള ജലവും തീർന്നു കഴിഞ്ഞു. നന്ദ, ആകാശത്ത് നിന്ന് അഗ്നിവർഷം നടക്കുന്നത് പോലെ ഭൂമിയിൽ നിന്നും തീക്കനലുകളും. എല്ലാ ഗ്രാമവാസികളുടെയും ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി എല്ലാവരെയും ബന്ധനസ്ഥരാക്കിയതുപോലെ. ഈ ദുരിതത്തിനൊരു നിവാരണവുമില്ലേ? അമ്മാവാ, ഈ ലോകത്തിൽ അങ്ങനെ ഒരു ദുരിതവും ഉണ്ടാകില്ല. ഒരു മാതാവിന് ഇല്ലാതാക്കാൻ സാധിക്കാത്തതായി. കണ്ണ, ഈ താപത്തിൽ നിന്നും രക്ഷിക്കാൻ മാതാവിന്റെ വസ്ത്രാഞ്ചലത്തിനും കഴിയില്ല. അമ്മാവാ, നമ്മുടെ മാതാവിന് ചിലപ്പോൾ കഴിയില്ലായിരിക്കും ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുവാൻ. പക്ഷെ ഒരു ഗോമാതാവിന് തീർച്ചയായും സാധിക്കും ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുവാൻ. കണ്ണ, ഗോമാതാവ് നമ്മളെ താപത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കും? അവയും ഈ താപത്തിൽ വ്യാകുലരല്ലേ? അമ്മാവാ, ഗോമാതാവിന്റെ ചാണകം കൊണ്ട് നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടാനാകും. കണ്ണൻ പറയുന്നത് ശരിയാണ്. ചാണകത്തിന് ഔഷധ ശക്തിയുണ്ട്. ചാണകത്തിൽ നിന്നും നല്ല തണുപ്പും ലഭിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് കിണറിൽ നിന്നും ജലം കൊണ്ടുവന്ന് രാത്രി ഒരു സ്ഥലത്ത് ശേഖരിച്ചു വെക്കണം. അതിലൊട്ടും അലസത കാട്ടാൻ പാടില്ല.
താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഈ സമസ്യയുടെ സ്ഥായിയായ പരിഹാരത്തിനു വേണ്ടി ഗോപികയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഹനുമാനെ മോചിപ്പിക്കേണ്ടി വരും. പക്ഷെ എങ്ങനെ ഹനുമാനെ മോചിപ്പിക്കാനാകും? നാരായണ നാരായണ. പ്രഭോ, കണ്ണന്റെ നാവിൽ നിന്ന് എന്താണ് ഈ കേൾക്കുന്നത്? ഗോവിന്റെ ചാണകം മനുഷ്യന് പ്രയോജനപ്രദമാണെന്നോ? അതെങ്ങനെയാണ് സാധ്യമാകുക പ്രഭോ? ദിവ്യഗുണങ്ങളുള്ള കാമധേനുവിന്റെ കാരണത്താലാണ് ദേവർഷേ. കാമധേനു ഗോവ് കാരണമോ? അങ്ങനെ എന്തു പ്രത്യേകതയാണ് ഈ കാമധേനു ഗോവിനുള്ളത് പ്രഭോ? ദേവർഷേ, കാമധേനു സമസ്ത ഗോക്കളുടെയും മാതാവാണ്. കാമധേനുവിന്റെ ശരീരത്തിൽ 350 ദശലക്ഷം ദേവന്മാരുടെ വാസമുണ്ട്. ഗോക്കളുടെ പാൽ അമൃതിനേക്കാൾ ഒട്ടും കുറവല്ല ദേവർഷേ. അതുമാത്രമല്ല, ഗോക്കളുടെ ചാണകവും പ്രയോജനകരമാണ്. അപ്പോൾ കണ്ണൻ മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ അത്യന്തം പ്രയോജനകരമായ കാര്യമാണ് ചെയ്യുന്നത്. ഇനി വരുന്ന തലമുറകളിൽ മനുഷ്യരുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഈ അറിവിന് വളരെ പ്രാധാന്യമുള്ള സ്ഥാനമുണ്ടാകും. ഈ ഗോപികയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. എപ്പോൾ വഴക്കുണ്ടാക്കിയാലും അപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ഇന്ന് സംസാരിക്കുന്നുമില്ല, സംസാരിക്കാൻ അനുവദിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്റെ ഏതോ പ്രവൃത്തി കൊണ്ട് വേദന തോന്നിക്കാണുമെന്ന്. അതെന്തായിരിക്കും? എന്റെ ഏത് പ്രവൃത്തിയാണ് അവളെ വേദനിപ്പിച്ചത്? ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്തു ചെയ്യും ഞാൻ? നമ്മുടെ ഇത്രയും പ്രചണ്ഡമായ താപമേറ്റിട്ടും വൃന്ദാവനവാസികൾക്ക് യാതൊരു ദോഷവുമില്ലെന്നോ? വ്യാകുലരായി ദേവരാജനെ അഭയം പ്രാപിക്കുന്നതിനും അദ്ദേഹത്തെ പൂജിക്കുന്നതിനും പകരം അവർ ഈ സമസ്യയ്ക്ക് പരിഹാരം കണ്ടെത്തി കാണുമോ? ഇനി നാം എന്താണ് ചെയ്യുക? മടങ്ങിപ്പോയാലും സൂര്യദേവ. ദേവരാജൻ ഇവിടെയോ? സൂര്യദേവ, പൂർത്തിയാകാത്ത കർമ്മം പരാജയത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ കർമ്മം പൂർത്തിയാക്കാത്ത വ്യക്തി ശത്രുവിനെ പോലെയാണ്. അതുകൊണ്ട് മടങ്ങിപ്പോയാലും ബാക്കിയുള്ള കർമ്മം പൂർത്തിയാക്കിയാലും. പക്ഷേ ഇത് പ്രപഞ്ചത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ് ദേവരാജൻ. പക്ഷേ അങ്ങേക്കിതിൽ ഏതാണ് പ്രാധാന്യം സൂര്യദേവ? പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നതോ അതോ പ്രപഞ്ചത്തിന്റെ പരമോന്നത ഭരണാധികാരിയുടെ ആജ്ഞ അനുസരിക്കുന്നതോ? ഗോപികേ, പ്രഭു, ദേവിക്ക് എന്താണ് ഇത്ര കോപം? കാരണം അറിയുമോ? സ്ത്രീകളുടെ മനസ്സിലുള്ള കാര്യം തിരിച്ചറിയുന്നത് വളരെ കഠിനമാണ് ഹനുമാനെ. ചില മനസ്സുകൾ ശില പോലെ കാഠിന്യമുള്ളതായിരിക്കും, മറ്റു ചിലത് നനവുള്ള മണ്ണ് പോലെ മൃദുലവും. എപ്പോൾ ഏത് കാര്യത്തിലാണ് മനസ്സ് മുറിവേൽക്കുന്നതെന്ന് മനസ്സിലാക്കാനേ സാധിക്കില്ല. ഇതെന്താണ് ചെറിയച്ച? താപം പെട്ടെന്ന് വർദ്ധിക്കുകയാണല്ലോ. അതും വളരെ തീവ്രമായി. ഇതെന്തൊരു വിധിയാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. നന്ദ, എന്തോ അത്യാപത്ത് സംഭവിക്കാൻ പോവുകയാണ്. താപം സഹിക്കാനാകുന്നില്ല ജ്യേഷ്ഠത്തി. തണലിലേക്ക് പൊയ്ക്കോളൂ. ഭൂമിയാകെ അഗ്നികുണ്ഡമായി കഴിഞ്ഞു. കാലുകുത്താനാകുന്നില്ല. വരൂ, വേഗം വരൂ.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രഭു? എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഹനുമാനെ. അങ്ങ് അന്തർയാമിയല്ലേ പ്രഭു?